ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് നോർത്ത് ഇന്ത്യൻ ഡെസേർട്ട്സും ആയിട്ടാണ്. അത് രണ്ടും ബ്രെഡ് വെച്ച് ചെയ്യുന്നതാണ്. ഒന്ന് മലായ് റോളും ഒന്ന് ഷാഹി ടുക്ഡയും. രണ്ടും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിഷസാണ്. എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഷാഹി ടുക്ഡ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതുകൂടെ ചേർക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തിളപ്പിച്ചെടുക്കുക. പാൽ ചൂടായി തുടങ്ങുമ്പം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് സാഫ്രോൺ ഒന്ന് കുതിർത്തി വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വേറെ നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ക്രീം, നേരത്തെ കുതിർത്ത് വെച്ച സാഫ്രോൺ. പാലിൻ്റെ മിക്സ് നന്നായി തിളച്ച് കുറുകി കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഞ്ചസാര പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് പഞ്ചസാരയൊക്കെ അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്കുള്ള ബ്രെഡിൻ്റെ അരികൊക്കെ കളഞ്ഞിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഗീയോ ഉപയോഗിക്കാം. ഞാനിവിടെ ഗീ ആണ് എടുത്തിട്ടുള്ളത്. പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഗീ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടാവുമ്പം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസ് ബ്രെഡും ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ 2 സൈഡും നല്ല ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്നായി കിട്ടും. ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും കളറ് ഇതേ രീതിയിലായി കഴിഞ്ഞാൽ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇത് അസംബിൾ ചെയ്തെടുക്കാം. അപ്പോൾ അസംബിൾ ചെയ്യുമ്പം എല്ലാത്തിൻ്റെയും ചൂടാറിയിരിക്കണം. അതുപോലെ തന്നെ സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം ഇതേ രീതിയിൽ അസംബിൾ ചെയ്തെടുക്കുക. അപ്പം സെർവ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മിൽക്ക് മിക്സ്ചറിൻ്റെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ബ്രെഡിൽ നിന്ന് ഓരോ സ്ലൈസായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷുഗർ സിറപ്പിൽ മുക്കിയിട്ട് ഈ പ്ലേറ്റിൽ നിരത്തി വെച്ച് കൊടുക്കുക. ഏറ്റവും അവസാനം ബ്രെഡിൻ്റെ മുകളിലൂടെ മിൽക്ക് മിക്സ്ചർ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്രഷ് ചെയ്തതും കൂടെ അതിൻ്റെ മുകളിലിട്ടിട്ട് സെർവ് ചെയ്യാം. അടുത്ത നമുക്ക് മലായ് റോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. 1/2 കപ്പ് പാലിലേക്ക് 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത്. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് പാലും പാൽപ്പൊടിയും ചേർത്തിട്ടുള്ള ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഏലക്കായ പൊടിച്ചത് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി ചൂടാക്കിയെടുത്ത് ഇതേ രീതിയിൽ കുറുകി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെയും അരികിലെ ആ ബ്രൗൺ കളറുള്ള പാർട്ട് ഒഴിവാക്കിയിട്ട് എടുക്കാം. ബ്രൗൺ പോർഷൻ കളഞ്ഞ ശേഷം ഇതേ രീതിയിൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച പാലിൻ്റെയും പാൽപ്പൊടിൻ്റെയും ആ മിക്സ്ചറിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതേ രീതിയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇനി ആ പാലിൻ്റെയും പാൽപ്പൊടിൻ്റെയും മിക്സ്ചറിലേക്ക് 1/2 കപ്പ് പാല്, 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് തരി തരിയായിട്ടുണ്ടാവും, അതങ്ങനെ തന്നെ വിട്ടു കൊടുക്കുക. അത് നമുക്ക് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ ആവശ്യമുണ്ട്. ഇനി ആ പാല് ഈ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ റോളിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ അത് ക്രഷ് ചെയ്തിട്ട് ഈ പാലിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. എൻ്റെ കയ്യിലില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓരോ ബ്രെഡിൻ്റെ മുകളിലും കുറച്ച് ഫുഡ് കളർ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ചെറിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഫുഡ് കളർ ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഓരോ അണ്ടിപ്പരിപ്പ് കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.